നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് CRP ടെസ്റ്റിനെ കുറിച്ചാണ്. CRP അപ്പോൾ നിങ്ങൾ ആരും തന്നെ എല്ലാ ആർത്രൈറ്റിസുള്ള പേഷ്യൻറ്റ് CRP ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കും. അപ്പോൾ CRP എന്ന് പറയുന്നത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ CRP എന്താ ചെയ്യുന്നത്? ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട് മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് CRP. ഈ CRP നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോൾ ശരിയായ സൈറ്റോകൈൻ എന്ന തന്മാത്രകൾ ലിവറിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. അത് പ്രോട്ടീൻ, ഒരു CRP എന്ന് പറയുന്നത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അതിന് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ മെഷീനിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും, മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ CRP നോർമൽ ലെവൽ എന്ന് പറയുന്നത് <5 or 6 ആണ് സാധാരണ വാതരോഗത്തിന് എടുക്കുന്ന കട്ട് ഓഫ്. യൂഷ്വൽ ലെവൽ <1 ഒക്കെയാണ് കേട്ടോ. ഭയങ്കര നോർമലാണ്, <1 ഒക്കെയാണ് ഏറ്റവും നോർമൽ. പക്ഷേ വാതരോഗികൾ നമ്മൾ 5 or 6 താഴെയാണെങ്കിൽ അത് നോർമലായിട്ടാണ് പലപ്പോഴും എടുക്കുന്നത്. CRP കൂടുന്നത് എപ്പോഴാണ്? CRP കൂടുന്നത് പലപ്പോഴും ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോഴാണ്. ശരീരത്തിൽ നീർക്കെട്ട് എന്തുകൊണ്ടൊക്കെ വരാം? പല കാര്യത്തിൽ വരാം. ഇൻഫെക്ഷനിൽ വരാം, അല്ലെങ്കിൽ റുമറ്റോയിഡിൽ വരാം, അല്ലെങ്കിൽ ആങ്കലോസ് സ്പോണ്ടിലൈറ്റിസിൽ വരാം. അതുപോലെ പല നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ വരാം. അങ്ങനെ പല അസുഖങ്ങളിലും, അതായത് ശരീരത്തിൽ എന്തൊക്കെ നീർക്കെട്ട് വരാമോ അതിലൊക്കെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടാം. ഒരു ആക്സിഡൻറ്റ് പറ്റി നമുക്ക് ടിഷ്യൂ ഇഞ്ചുറി വന്നു, അപ്പോഴും CRP കൂടാം. അപ്പോൾ CRP കൂടുക എന്ന് പറയുന്നത് വളരെ നോൺ സ്പെസിഫിക് ആണ്. ഇൻഫെക്ഷനോ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ വാതരോഗം കൂടിയാലോ എന്തിലും CRP കൂടാം. അപ്പോൾ CRP, അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്, ഡോക്ടറെ ESRൻ്റെ കൂടെ CRP എന്തിന് നമ്മൾ ചെയ്യണം? അപ്പോൾ CRP ESR നമ്മുടെ വ്യത്യാസം എന്താണ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ESRും CRPയും ഇൻഫ്ലമേഷൻ മെഷർ ചെയ്യുന്ന 2 ടെസ്റ്റുകളാണ്, നീർക്കെട്ട് മെഷർ ചെയ്യുന്ന ടെസ്റ്റാണ്. ESR നമുക്കൊരു ആമയും മുയലും കഥ വെച്ച് ഇത് പറഞ്ഞുതരാം. ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ പതുക്കെ കൂടത്തുള്ളൂ, ആമ പോലെ പതുക്കെ കൂടി വന്ന് പതുക്കെ കൂടിയിട്ട് പതുക്കെ കുറഞ്ഞു വരും. CRP മുയലിനെ പോലെയാണ്, പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയും. പ്രശ്നം തീർന്നാൽ പെട്ടെന്ന് കുറയും. അതായത് ഒരാൾക്ക് ന്യൂമോണിയ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ന്യൂമോണിയ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് കൊടുക്കും. ആൻറ്റിബയോട്ടിക്കും CRP ആദ്യ ദിവസം 100 ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് ആണെന്ന് നോക്കാൻ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ 100 എന്നുള്ള എന്ത് പറ്റും? അത് 40 or 30 ആകും. അപ്പോൾ നമുക്ക് എന്തറിയാം? ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ പേഷ്യൻറ്റ് നമുക്ക് ടാബ്ലറ്റ് ആക്കിയിട്ട് വീട്ടിൽ പറഞ്ഞു വിടാം. അതേസമയം CRP 100 ആയിരുന്നു, ആൻറ്റിബയോട്ടിക് കൊടുത്തു, അടുത്ത ദിവസം 120 ആകുന്നു. നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നില്ല, ആൻറ്റിബയോട്ടിക് ചേഞ്ച് ചെയ്യണം. അപ്പം CRP ഈസ് വെരി റെസ്പോൺസീവ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ആകും. ഇന്ന് നോക്കുന്നു, നാളെ നോക്കുന്നു, മറ്റന്നാൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചേഞ്ച് ആകും. മാത്രമല്ല, ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ CRP അടുത്ത ദിവസം തന്നെ 2 എന്നുള്ള CRP എത്രയാകും? 40 or 50 or 60 ആകും. പക്ഷേ ESR കൂടാൻ സംഭവിക്കും? ESR കൂടാനായിട്ട് സമയമെടുക്കും. ഒരു 7-8 ദിവസം കഴിയുമ്പോഴേ ESR കൂടത്തുള്ളൂ. അപ്പം ESR ഈസ് സ്ലോ, മുകളിലോട്ട് കൂടാനും സ്ലോ ആണ്, കുറയാനും സ്ലോ ആണ്. CRP ഈസ് റാപ്പിഡ്, പെട്ടെന്ന് മുകളിലോട്ട് പോയി പെട്ടെന്ന് താഴത്തോട്ട് വരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, തീ പിടിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? ആദ്യം അടിക്കുന്ന ഏതാ? ഫയർ അലാം അടിക്കുന്നത്. പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഫയർ അലാം അടിക്കുന്നു, അല്ലേ? ഫയർ അലാം എപ്പോഴാണ് അടിക്കുന്നത്? 2 മിനിറ്റിൽ അല്ലെങ്കിൽ 3 മിനിറ്റിൽ ഫയർ അലാം അടിക്കും. അപ്പോൾ നമുക്കറിയാം എന്താണെന്ന്, പെട്ടെന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ അറിയാം. പക്ഷേ ഒരു 5 or 8 or 10 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് പറ്റും? പുക വന്നു തുടങ്ങും. പുക എപ്പോഴാണ് വരുന്നത്? കുറച്ച് ദിവസം കൂടി, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ടാണ്. ഈ പുക ESR ആണ്, ഫയർ അലാം എന്താണ്? CRP ആണ്, പെട്ടെന്ന് വരും. അതേസമയം തീ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫയർ അലാം നിൽക്കും. പക്ഷേ പുക നിൽക്കുമോ? നിൽക്കത്തില്ല. അപ്പം ESR നമ്മുടെ സ്റ്റിമുലസ് പോയി കഴിഞ്ഞാലും ESR കുറച്ച് നേരത്തേക്ക് കൂടി നിൽക്കും. അപ്പോൾ ESR പുകയാണ്, CRP എന്താണ്? ഫയർ അലാമാണ്. അപ്പോൾ CRP കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. പിന്നെ ESR നേരത്തെ ഞാൻ പറഞ്ഞു കുറേ കാര്യത്തിൽ നോർമലായിട്ട് തന്നെ ESR കൂടുതൽ നിൽക്കും. ഫോർ എക്സാമ്പിൾ, പ്രായമുള്ളവരിൽ ESR കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയുള്ളവരിൽ ESR കൂടുതലായിരിക്കും, ഹീമോഗ്ലോബിൻ കുറഞ്ഞ അനീമിയ ഉണ്ടെങ്കിൽ, രക്തക്കുറവുണ്ടെങ്കിൽ ESR കൂടുതലായിരിക്കും. അങ്ങനെ പല കാര്യത്തിലും ESR കൂടാം. പക്ഷേ CRP അങ്ങനെയൊന്നുമില്ല. CRP കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. പിന്നെ ESRൻ്റെ വേറൊരു പ്രശ്നം ഓപ്പറേറ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. അതായത് ഏത് ലാബിൽ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ വളരെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ CRP കൂടുതൽ മെഷീൻസിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ആക്യുറസി ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി അതിൽ ഏത് തരത്തിൽ ടെസ്റ്റ് ചെയ്യുന്നു, ഏത് കിറ്റാണ് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ ഈ CRPയുടെ ഒരു റിലയബിലിറ്റി ESRനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ജനറലി പിന്നെ ESR വളരെ പഴയ ടെസ്റ്റാണ്, കുറച്ചുകൂടി വില കുറഞ്ഞ ടെസ്റ്റാണ്. CRP കുറച്ചുകൂടി വില കൂടിയ ടെസ്റ്റാണ്. അപ്പം ജനറൽ ഒരു ഇത് നോക്കാനായിട്ട് ESR ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ CRP ചില അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്, ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഒക്കെ CRPയുടെ റിലയബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ വാതരോഗികൾ പറയുമ്പോൾ SLE എന്ന് പറയുന്ന അസുഖത്തിൽ എപ്പോഴും ഈ CRP അങ്ങനെ ജനറലി കൂടില്ല, ESR മാത്രമേ കൂടത്തുള്ളൂ. അപ്പം SLEയിൽ CRP കൂടുവാണെങ്കിൽ നമുക്ക് എന്തറിയാം? പേഷ്യൻറ്റിന് വേറെ എന്തോ കാര്യം കൊണ്ടാണ് കൂടുന്നത്. ഒരിക്കലും SLEയിൽ പല കാര്യം കൊണ്ട് CRP കൂടാത്തത് കൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് CRPയെ കുറിച്ച് പറയാനുള്ളത്. CRP എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? CRP നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ESRനേക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളായിട്ട് സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് HSCRP. നിങ്ങൾ കണ്ടു കാണും, ഹൈലി സെൻസിറ്റീവ് CRP എന്ന് പറയും. ഇതിനെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ത്രാസ് പലതരത്തിലുണ്ടല്ലേ.
ത്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു നമ്മുടെ അരിയൊക്കെ തൂക്കി മേടിക്കാൻ പോകുമ്പോൾ വലിയൊരു ഗ്ലാസ് തൂക്കും. അതെന്താ ചെയ്യുന്നത്? 1 കിലോ 2 കിലോ 3 കിലോ അതൊക്കെ അതിൽ തൂക്കാം. പക്ഷേ വേറെ നമ്മൾ സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോൾ ചെറിയൊരു ത്രാസുണ്ട് അല്ലേ, ചെറിയ ജ്വല്ലറി ത്രാസ് പോലെ. അതിൽ നിന്ന് ഗ്രാം കണക്കിൽ നമുക്ക് മെഷർ എടുക്കാൻ പറ്റും. അത് 10 ഗ്രാം 5 ഗ്രാം 2 ഗ്രാം അതങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ HSCRP എന്ന് പറയുന്നത് ഈ ചെറിയ നമ്മുടെ ജ്വല്ലറി തൂക്കുന്ന പോലെയുള്ള സാധനമാണ്. മറ്റ് CRP എന്ന് പറയുന്നത് എന്താണ്? വലിയ വെയിങ് മെഷീൻ പോലെ നമ്മുടെ ത്രാസ് നമ്മുടെ കടയിലെ കാണത്തില്ലേ, അതുപോലെയുള്ള ത്രാസാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? HSCRP എന്ന ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ഇൻഫ്ലമേഷൻ പോലും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ HSCRP നമ്മൾ ചെയ്യുന്നത് ഈ 1 അല്ലെങ്കിൽ 0.5 1 2 തുടങ്ങിയ ലെവലിൽ CRP കൂടിയാൽ പോലും എപ്പോഴാണ് അത് കൂടുന്നത്? ചിലപ്പോൾ രക്തക്കുഴലിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് അളക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മെഷറാണ് HSCRP. അപ്പോൾ HSCRP ബാക്കി വേറെ ഒരു പ്രശ്നമില്ല. വാതരോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് HSCRP കൂടിയെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അയാളുടെ രക്തക്കുഴൽ ഇൻഫ്ലമേഷൻ, എവിടെയോ രക്തക്കുഴൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, അപ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലുണ്ട്. അത് വെച്ചുള്ള പ്രെഡിക്റ്റീവ് മോഡൽസ് ഒക്കെ ഉണ്ട്. കൊളസ്ട്രോൾ കൂടിയ ആൾക്ക് HSCRP കൂടി കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്താണ്? ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് സൂചിപ്പിക്കും. അത് അത്രയേ ഉള്ളൂ. 2 ത്രാസിൽ മെഷർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലപ്പോഴും അത് ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HSCRP നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ CRP എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബാക്കിയുള്ള കോമൺ കണ്ടീഷൻസ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ കണ്ടുപിടിക്കാനായിട്ട് HSCRPയും നമ്മൾ യൂസ് ചെയ്യും.